നമസ്കാരം, ഇത് IBN മലയാളം. ശബരിമലയിൽ പ്രത്യേക മുഹൂർത്തങ്ങൾക്ക് മാത്രം ചാർത്തുന്ന തങ്കയങ്കി ഭക്തരിൽ നിന്ന് വൻതുക വഴിപാടായി ഈടാക്കി സൗകര്യം പോലെ ഭഗവാന് ചാർത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിന്റെ പണക്കൊതിയാണെന്നും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി KS നാരായണൻ. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ച് ഭക്തർക്ക് ക്ഷേത്രോപാസന തടസ്സമില്ലാതെ നിർവഹിക്കാനുള്ള സാഹചര്യമൊരുക്കലാണ് ദേവസ്വം ബോർഡുകളുടെ ഉത്തരവാദിത്തം. എന്നാൽ ക്ഷേത്രങ്ങൾ എങ്ങനെ കച്ചവട കേന്ദ്രമാക്കണമെന്ന ചിന്തയിലാണ് സർക്കാരും ബോർഡുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂർവികർ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ആചാരാനുഷ്ഠാനങ്ങൾ തകിടം മറിക്കുന്നത് സർവ്വസാധാരണമാകുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തങ്കയങ്കി പണം വാങ്ങി ചാർത്താനുള്ള നീക്കം. ഭക്തരുടെ ആവശ്യമെന്ന് പറഞ്ഞാണ് ഗുരുവായൂർ ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജ വേണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതും ഇതേ തരത്തിലാണ്. ഇത് ആശങ്കാജനകമാണ്. ആചാരാനുഷ്ഠാനങ്ങളുടെ മഹത്വമറിയാത്ത ഏതെങ്കിലും ഭക്തരുടെ ആവശ്യപ്രകാരമാണെന്ന് പറഞ്ഞ് അപകടകരമായ എന്തെല്ലാം മാറ്റമാണ് ദേവസ്വം ബോർഡുകൾ ആവിഷ്കരിക്കുന്നതെന്ന് പറയാനാവില്ല. ക്ഷേത്രാചാര ലംഘനങ്ങൾക്കെതിരെ കോടതിയെ ശരണം പ്രാപിക്കേണ്ട ഗതികേടാണ് ദേവസ്വം ബോർഡുകൾ സൃഷ്ടിക്കുന്നത്. ക്ഷേത്രത്തിലുള്ള വിശ്വാസം തകർക്കുകയെന്ന നിരീശ്വരവാദി രാഷ്ട്രീയത്തിന്റെ ആസൂത്രിത നീക്കമാണിത്. ശബരിമലയുടെ കാനന ഭംഗിയും ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്വച്ഛതയും കോർത്തിണക്കി ആധുനിക റെയിൽ വ്യോമയാന സൗകര്യങ്ങൾ ഒരുക്കി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയാൽ ലഭ്യമാകുന്ന സാമ്പത്തിക നേട്ടവും വിശ്വാസ തകർച്ചയുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ കച്ചവട തന്ത്രത്തിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കവും മഹത്വവും പേർന്ന പരിപാവന തീർത്ഥാടന കേന്ദ്രങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഹിന്ദു സമൂഹത്തിന്റെ കർത്തവ്യമാണ്. സർക്കാർ ഇത്തരം ഹിന്ദുവിരുദ്ധ നിലപാടിൽ നിന്നും പിന്മാറണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.